സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദിക്റുകളൊക്കെ ധാരാളമായി നോമ്പുകാർ വർദ്ധിപ്പിക്കണം. അവരുടെ നോമ്പിൻ്റെ പകലുകളിലും രാവുകളിലും സുന്നത്ത് നമസ്കാരങ്ങളിലും അതേപോലെ തന്നെ ധാരാളമായി ഖുർആൻ ഓതുക. അഫ്ദലു ദിക്ർ ഖിറാഅത്തുൽ ഖുർആൻ എന്നാണ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്. ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്ന ആളുകളുടെ നോമ്പിന് കൂടുതൽ പ്രതിഫലമുണ്ട്. ധാരാളം ദുആ ചെയ്യുന്ന ആളുകളുടെ നോമ്പിന് കൂടുതൽ പ്രതിഫലമുണ്ട്. ധാരാളം ദിക്റുകൾ ചൊല്ലുന്ന ആളുകളുടെ നോമ്പിന് കൂടുതൽ പ്രതിഫലമുണ്ട്. അള്ളാഹുവിനെ മനസ്സിൽ ധാരാളമായി ഓർക്കുന്ന ആളുകളുടെ നോമ്പിനും കൂടുതൽ പ്രതിഫലമുണ്ട്. നമസ്കാരവും മറ്റു കാര്യങ്ങളുമൊക്കെ കൂടുതൽ മനസ്സാന്നിധ്യത്തോടുകൂടിയും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട്. അപ്പോൾ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഈ ഹദീസിലെ ആശയം, വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ഓർക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതേപോലെ തന്നെ ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അബൂദർദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല ഏറ്റവും ഖൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, വ അസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ രാജാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്. അപ്പോൾ ഏറ്റവും ഖൈറായ അമൽ, ഏറ്റവും അള്ളാഹുവിങ്കൽ പരിശുദ്ധമായ അമൽ, വ അർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങളുടെ ദറജകളിൽ ഏറ്റവും ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദറജകൾ ലഭിക്കുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധിയോടുകൂടി സ്വീകരിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, വ ഖൈറുൽ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിഖി, സ്വർണ്ണവും വെള്ളിയും ചിലവഴിക്കുന്നതിനേക്കാൾ പ്രതിഫലമുള്ളത്. വ ഖൈറുൽ ലക്കും മിൻ അൻ തൽഖൗ അദുവക്കും, അതേപോലെ തന്നെ നിങ്ങൾ ശത്രുക്കളെ യുദ്ധമുഖത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. ഫതദരിബു അനാഖഹും വയദരിബു അനാഖക്കും, അവർ നിങ്ങളുടെ കഴുത്തും നിങ്ങൾ അവരുടെ കഴുത്തും വെട്ടുന്നു, അഥവാ യുദ്ധരംഗം. അങ്ങനെയുള്ള യുദ്ധത്തെക്കാളും ജിഹാദിനേക്കാളും സ്വർണവും വെള്ളിയുമൊക്കെ ചെലവഴിക്കുന്നതിനേക്കാളും ഖൈറായിട്ടുള്ളതും ഏറ്റവും ഉയർന്ന ദറജകൾ നിങ്ങൾക്ക് നേടിത്തരുന്നതും ഏറ്റവും ഖൈറായതും അള്ളാഹുവിങ്കൽ ഏറ്റവും പരിശുദ്ധവുമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാലു, സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഖാല ദിക്റുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊരു ഇബാദത്തില്ല എന്നർത്ഥം. ഇബാദത്തുകൾ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുവാൻ വേണ്ടിയാണ്. സൂറത്തു ത്വാഹയിൽ നമുക്ക് കാണാം, വ അഖിമിസ് സ്വലാത ലിദിക്രി, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. എന്തിനു വേണ്ടി? ലിദിക്രി, എന്നെ ഓർക്കുവാൻ വേണ്ടി എന്നാണ്, അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി എന്നാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മാ ഷൈഉൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒരു അടിമയെ രക്ഷപ്പെടുത്തുന്നതിൽ അള്ളാഹുവിൻ്റെ ദിക്റിനേക്കാൾ പ്രധാനപ്പെട്ട വേറെയൊന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ വലിയ ദറജകൾ ലഭിക്കാനും നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുവാനും ഏറ്റവും അനിവാര്യമായതും അതിന് ഏറ്റവും കൂടുതൽ നമ്മെ സഹായിക്കുന്നതും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയാണ്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം രേഖപ്പെടുത്തി, വഖദ് തകാസറത് അന്നുസൂസു ബിതഫ്ളീലി ദിക്രി അല സ്വദഖതി ബിൽ മാലി വഗൈരിഹി മിനൽ അഅമാൽ, സമ്പത്ത് ചെലവഴിക്കുന്നതിനേക്കാളും സദഖ നൽകുന്നതിനേക്കാളും മറ്റു അമലുകളെക്കാളും അള്ളാഹുവിൻ്റെ ദിക്റിനാണ് കൂടുതൽ പ്രാധാന്യമെന്നത് നസ്സുകൊണ്ട്, പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നാം ആദ്യം ഉദ്ധരിച്ച ഹദീസിൽ അതിൻ്റെ ആശയം ശരിയാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഒരാൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്ന വ്യക്തി ആരാണോ അയാളുടെ നോമ്പിനാണ് കൂടുതൽ പ്രതിഫലം. നമസ്കരിക്കുമ്പോഴും അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നതാരാണോ അവർക്കാണ് കൂടുതൽ പ്രതിഫലം. സക്കാത്ത് നൽകുമ്പോഴും സദഖ ചെയ്യുമ്പോഴും ഹജ്ജും ഉംറയും അതേപോലെയുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. അതുകൊണ്ടാണ് ഏത് വിഷയത്തെ സംബന്ധിച്ച് പറയുന്നിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദിക്റിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം കസീറൻ, ധാരാളമായി എന്ന് ആവശ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് സൂറത്തുൽ അൻഫാലിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു, വിശ്വാസികളെ, നിങ്ങൾ ഒരു സംഘത്തെ അഥവാ യുദ്ധരംഗത്ത് ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുതു, നിങ്ങൾ തൻ്റെ ഇടത്തോടുകൂടി ഉറച്ചു നിൽക്കണം. വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഇവിടെ വദ്കുറുല്ലാഹ കസീറ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അതേപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ കാണാം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ, അള്ളാഹുവിനെയും പരലോകത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക്. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്കും. സൂറത്തു ശുഅറായിലെ 227-ാമത്തെ ആയത്തിൽ കാണാം, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. വദക്കറുല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്തവരൊഴികെ. അവിടെയും ദിക്റിനെ കുറിച്ച് പറഞ്ഞിടത്ത് കസീറൻ, ധാരാളമായി എന്ന് കാണാൻ സാധിക്കും. സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആ ഒരു ആയത്ത്. അതിൽ ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഈമാനിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഖാനിത്തീൻ അഥവാ വിനയാന്യതരെക്കുറിച്ച് പറയുന്നുണ്ട്, സാദിഖീൻ സത്യസന്ധരായ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്, മുത്തസദ്ദിഖീൻ സദഖ ചെയ്യുന്നവരെക്കുറിച്ച് പറയുന്നുണ്ട്, വസ്വായിമീൻ നോമ്പുകാരെക്കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ വൽ ഹാഫിളീന ഫുറൂജഹും ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വാബിരീൻ ക്ഷമാലുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, ഖാശിഈൻ ഭയഭക്തിയുള്ള ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ദിക്റിനെക്കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും. അപ്പോൾ ദിക്റുള്ളയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ധാരാളം എന്ന് അവിടെ പറഞ്ഞത് കാണാൻ സാധിക്കും. സൂറത്തുൽ ജുമഅയിലെ 10-ാമത്തെ ആയത്തിൽ കാണാം, ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറൂ ഫിൽ അർദി, ജുമഅ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപിക്കുകയും വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അള്ളാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ തേടുകയും ചെയ്യുക. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. സൂറത്തുൽ അഹ്സാബിലെ 41-ലും 42-ലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ, സത്യവിശ്വാസികളെ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വ അസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തണം. അങ്ങനെയാണെങ്കിൽ ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികത്തുഹു, അള്ളാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നതാണ്. ലിയുഖ്രിജക്കും മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ. വകാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് കാരുണ്യമുള്ളവനാകുന്നു. അപ്പോൾ അള്ളാഹുവിനെ ധാരാളമായി ഓർത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വലാത്ത് ഉണ്ടാകും. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സദസ്സിൽ വെച്ച് ഈ വ്യക്തിയുടെ പേര് പരാമർശിക്കലാണ്. മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടാകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കണം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ മുൻകടന്നിരിക്കുന്നു, മറ്റെല്ലാവരെയും തോൽപ്പിച്ച് അവരാകുന്നു മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ നോമ്പുകാരാണെങ്കിൽ മറ്റെല്ലാ നോമ്പുകാരെയും തോൽപ്പിച്ച് മുന്നിലെത്തിയ ആളുകൾ, നമസ്കരിക്കുന്നവരാണെങ്കിൽ മറ്റു നമസ്കരിക്കുന്നവരെ എല്ലാം തോൽപ്പിച്ച് മുന്നിലെത്തിയവർ, സകാത്തും സദഖയും ഹജ്ജും ഉംറയും എല്ലാം എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നെല്ലാം മുൻപന്തിയിലെത്തിയിട്ടുള്ളത് ആരാണ്? അൽ മുഫർരിദീങ്ങളാണ്. സബഖൽ മുഫർരിദൂൻ, മുഫർരിദൂങ്ങൾ അവരെന്ത് ചെയ്തിരിക്കുന്നു? മുൻകടന്നിരിക്കുന്നു, എല്ലാവരെയും തോൽപ്പിച്ച് ഏറ്റവും മുന്നിലെത്തിയിരിക്കുന്നു. ഖാലു, സഹാബത്ത് ചോദിച്ചു, വമൽ മുഫർരിദൂൻ, ആരാണ് നബിയെ മുഫർരിദീങ്ങൾ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദാക്കിറൂന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാകുന്നു മുഫർരിദീങ്ങൾ. യഥാർത്ഥത്തിൽ മുഫരിദ് അല്ലെങ്കിൽ മുഫർരിദ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒറ്റപ്പെട്ടവൻ എന്നാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ, വേറിട്ട് നിൽക്കുന്നവൻ, മാറി നിൽക്കുന്നവൻ. അതേപോലെ തന്നെ കുടുംബവുമെല്ലാം നഷ്ടപ്പെട്ട് പിന്നീട് താനും അള്ളാഹുവിന് ഉള്ള ഇബാദത്തുമായി മാറി നിൽക്കുന്നവൻ എന്നൊക്കെ മുഫരിദിന് അർത്ഥം നൽകപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മുഫരിദൂങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരാണ്. അവർ മറ്റുള്ള ആളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ അവർ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ്. മറ്റുള്ള ആളുകളുടെ മനസ്സിൽ മറ്റു പലരെ സംബന്ധിച്ചുമുള്ള ചിന്തകളും ആലോചനകളുമാണ്. ദുനിയാവിനെക്കുറിച്ചുള്ള ചിന്ത, അങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ അവർക്ക് കുറവാണ്. അതല്ലാത്ത ചിന്തകളാണ് അവർക്ക് അധികം. എന്നാൽ മുഫരിദീങ്ങളുടെ പ്രത്യേകത, അവരുടെ മനസ്സുകളിൽ ഏറ്റവും കൂടുതൽ അവർ ആലോചിക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചാണ്. അവർ ധാരാളമായി ഓർക്കുന്നത് അള്ളാഹുവിനെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ദീനിനെക്കുറിച്ചും ദിക്റുകളെക്കുറിച്ചും ദുആകളെക്കുറിച്ചും ഖുർആനിൻ്റെ പാരായണം, ദഅവത്ത്, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, നമസ്കാരം, നോമ്പ്, അങ്ങനെയുള്ള ഇബാദാത്തുകൾ, ഇങ്ങനെ അള്ളാഹുവിനെ ഓർക്കുവാൻ മാത്രമേ അവർക്ക് സമയമുള്ളൂ. അള്ളാഹു അല്ലാത്തവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു അവർ അവരുടെ മനസ്സുകൊണ്ട്. അതുകൊണ്ടാണ് അവരെ മുഫരിദീങ്ങൾ, ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ, വേറിട്ട് നിൽക്കുന്നവർ എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സബഖൽ മുഫരിദൂൻ, സഹോദരങ്ങളെ ഈ വേർഡ് ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവർ മുൻപന്തിയിലെത്തിയിരിക്കുന്നു.
അതുകൊണ്ട് നോമ്പുകാരായിരിക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ദിക്റുകളും ദുആകളും ധാരാളമായി വർദ്ധിപ്പിക്കണം. ദിക്റുകളും ദുആകളും ധാരാളമായി വർദ്ധിപ്പിക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ ഖിറാഅത്ത് ഏറ്റവും വലിയ ദിക്റാണ്, അത് വർദ്ധിപ്പിക്കണം. പിന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ദിക്റുകളെല്ലാം 100 തവണ അതിൽ കൂടുതൽ ധാരാളമായി വർദ്ധിപ്പിക്കുക. അതിനു പുറമെ അറിവിൻ്റെ മജ്ലിസുകൾ, ഹിലഖു ദിക്ർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്വർഗ്ഗത്തിലെ പൂന്തോപ്പുകളിൽപ്പെട്ട ഒരു പൂന്തോപ്പാണ്. എന്താണത്? ദിക്റിൻ്റെ മജ്ലിസുകളാണത്. അവിടെ ദിക്റിൻ്റെ മജ്ലിസ് എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിനെ ഓർക്കുന്ന മജ്ലിസാണ് അറിവിൻ്റെ സദസ്സുകൾ. അറിവിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കുക, ഇൽമു നേടുക, അത് കേൾക്കുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, നല്ലത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ സജീവമായി ഏത് സമയത്ത് നോക്കിയാലും അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ നാം ഉള്ളവരായി തീരുക. അങ്ങനെയാകുമ്പോൾ അള്ളാഹു നമ്മയും ഓർക്കും. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പോൾ നാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എത്ര കണ്ട് ഓർക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിൽ നിന്ന് നമുക്ക് പരിഗണന കിട്ടും, നമുക്ക് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ മുൻകടക്കാനുള്ള മാർഗം അള്ളാഹുവിനെ ധാരാളമായി ഓർക്കലാണ്. അത് നമസ്കാരത്തിലാകട്ടെ, നോമ്പിലാകട്ടെ, മറ്റേത് വിഷയങ്ങളിലാകട്ടെ. അതുകൊണ്ട് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്, ഏത് വിഷയത്തിലും നമുക്ക് മുൻപന്തിയിലെത്തണമോ, ഒന്നാമതായി തീരണമോ, ഗഫ്ലത്ത്, അശ്രദ്ധ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് മനസ്സാന്നിധ്യമുണ്ടായിരിക്കണം. ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ദിക്റുകളെ തൊട്ട് മടി കാണിക്കരുത്, അലസത കാണിക്കരുത്. എങ്കിൽ നമുക്ക് ഒന്നാമതെത്തിത്തീരാൻ സാധിക്കുന്നതാണ്. ഈ പരിശുദ്ധ റമളാൻ മാസത്തിൽ നാം നോമ്പുകാരാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിലും രാത്രി നമസ്കാരത്തിലുമൊക്കെ നമ്മൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക. നോമ്പിൻ്റെ പകലുകളിൽ ധാരാളമായി ഓർക്കുക. എങ്കിൽ നോമ്പ് നോൽക്കുന്നവരിലും ഖിയാമുൽ ലൈൽ നമസ്കരിക്കുന്നവരിലുമൊക്കെ മുൻപന്തിയിലെത്താൻ നമുക്ക് സാധിക്കും. സദഖയും സക്കാത്തും എല്ലാം നൽകുന്നിടത്തും അള്ളാഹുവിനെ ധാരാളമായി ഓർത്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന, ഏറ്റവും വലിയ ദറജ ലഭിക്കുന്ന ഒന്നാമന്മാരിൽ ഉൾപ്പെടാൻ സാധിക്കും.